السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും ആ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച് അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹുകൾ മുത്തഖീങ്ങൾ പ്രവേശിക്കുന്ന സ്വർഗലോകത്ത് പ്രവേശനം ലഭിക്കാനും നമുക്കവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അതിനു വേണ്ടിയിട്ട് വിവിധങ്ങളായ ചരിത്ര സംഭവങ്ങളെയാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. ഏറ്റവും അവസാനം പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാം തൂരി സീന പർവ്വതത്തിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വേഗത്തിൽ പോയി. അന്നേരം ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സാമിരി മൂസ ജനങ്ങളെ വഴിതെറ്റിച്ചു. അയാൾ നിർമ്മിച്ച ലോഹത്തിന്റെ ആ പശുക്കുട്ടി പ്രതിമക്ക് ജനങ്ങളെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ചു. അത് അറിഞ്ഞു വന്ന മൂസാ നബിയുടെ ഗൗരവ സ്വഭാവവും ആ സാമിരിയെ ആട്ടി ഓടിച്ചതും ഇനി ഒരിക്കലും ഒരു മനുഷ്യനെയും തൊടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചതും ആളെ കാണുമ്പോഴൊക്കെ ലാമിസാസ് എന്ന് അയാൾ ഉറക്കെ പറയുന്ന ആ സംഭവ ബഹുലവും ഇനി അയാൾ ആരെങ്കിലും തൊട്ടാൽ അയാൾക്കും ഈ തൊട്ട ആൾക്കും പനി ബാധിക്കുന്ന ഒരവസ്ഥയും ഇതെല്ലാമാണ് പറഞ്ഞത്. ഇനി പറയാനുള്ളത്, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ അള്ളാഹു എന്തിന് പറഞ്ഞു തരുന്നു? അത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അള്ളാഹു അവന്റെ കൽപ്പനകൾ ഈ പരിശുദ്ധമായ ഖുർആനിലൂടെ അറിയിച്ചു തരുന്നു. അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റാ മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. കദാലിക, മേൽ പറയപ്പെട്ടതുപോലെ. മേലെന്താ പറഞ്ഞത്? റസൂലുള്ളാഹിയുടെ മേൽ അള്ളാഹു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം, ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഭീഷണി, എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്, എന്നിട്ട് മൂസാ നബിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഫിർഔന്റെ കൊട്ടാരത്തിൽ അള്ളാഹു മൂസാ നബിയെ വളർത്തിയെടുക്കുന്നത്, ആ കൊട്ടാര ജീവിതത്തിനിടയിൽ തൻ്റെ കൈക്ക് ഒരു അവിശ്വാസി കൊല ചെയ്യപ്പെടുന്നത്, അതിനെ തുടർന്ന് താൻ മദിയൻ എന്ന നാട്ടിലേക്ക് പോകുന്നത്, അവിടെ 10 കൊല്ലം താമസിക്കുന്നത്, അങ്ങനെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ വിവാഹം കഴിച്ച സംഭവം, 10 കൊല്ലത്തിന് ശേഷം ഈജിപ്തിലേക്ക് മടങ്ങി വരുന്ന മഹാസംഭവം, അതിലിടക്ക് അള്ളാഹു വിളിച്ചിട്ട് നുബുവത്തും റിസാലത്തും നൽകിയത്, ഫിർഔനിലേക്ക് പോകാൻ പറഞ്ഞത്, ഈ കഥകളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ അള്ളാഹു റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഈ പറഞ്ഞു കൊടുക്കുന്നത് റസൂലുള്ള ജനങ്ങളെ കേൾപ്പിക്കുന്നു. അത് കേൾക്കുന്ന അവിശ്വാസികൾ, അത് കേൾക്കുന്ന അഹ്ലു കിതാബികൾ നിലവിലുണ്ട്. ആർക്കും ഇതിന് നിരൂപണം നടത്താനോ അതിൽ അങ്ങനെയല്ല ശരി ഇങ്ങനെയാണെന്ന് തിരുത്തി പറയാനോ ആർക്കും സാധിക്കുന്നില്ല. സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു ഈ സംഭവങ്ങളെയെല്ലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു. കദാലിക, അപ്രകാരം. നഖുസ്സു അലൈക, നബിയെ തങ്ങളുടെ മേൽ നാം ഖിസ്സ പറഞ്ഞു തരുന്നു. മിൻ അംബാഇ മാ സബക, കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ സംഭവങ്ങളെയില്ല, കഴിഞ്ഞ സമൂഹത്തിലെ സംഭവങ്ങളിൽ നിന്ന് പലതിൽ നിന്നും നിങ്ങൾക്ക് നാം പറഞ്ഞു തരുന്നു. വലഖദ് ആതൈനാക, തീർച്ചയായും നബിയെ തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. മിൻ ലദുന്ന, എന്റെ ഭാഗത്തിൽ നിന്ന് ദിക്റൻ, ഖുർആനിനെ നൽകിയിരിക്കുന്നു. ഖുർആനാണ് ഇതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതിനെ നൽകുന്നത് ഞാനാണ്. എന്റെ ഭാഗത്തിൽ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ശങ്കിക്കണ്ട, നിങ്ങളെ കേൾക്കുന്നവരും സംശയിക്കണ്ട. മൻ അഅറള അൻഹു, ഇനി ഈ പറയപ്പെട്ട ആധികാരിക ഗ്രന്ഥമായ ഖുർആനിനെ തൊട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞു, അതിന്റെ വിധിവിലക്കുകൾ വരുത്താൻ കേൾക്കാൻ തയ്യാറായില്ല, ഇതിന് പറയുന്നതല്ല ശരി എന്ന് വെച്ചുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു നടന്നു, എന്നാൽ
ഫഇന്നഹു തീർച്ചയായും അവൻ യഹ്മിലു അവൻ വഹിക്കുന്നു യൗമുൽ ഖിയാമത്തി യൗമുൽ ഖിയാമയിൽ അവൻ വഹിക്കുക തന്നെ ചെയ്യും വിസ്റൻ കുറ്റകരമായ കാര്യത്തെ കുറ്റത്തെയും ചുമന്നുകൊണ്ടാണ് ആ നാളെ പരലോകത്തേക്ക് അവൻ എത്തുക. വിസ്ർ എന്ന് പറഞ്ഞാൽ ഹംലൻ സഖീലൻ മിനൽ ഇസ്മി എന്നാണ്. കുറ്റങ്ങളിൽ നിന്ന് താങ്ങാനാവാത്ത ഭാരങ്ങളെയും ചുമന്നുകൊണ്ടാണ് പരലോകത്ത് അവൻ എത്തുക. ഖുർആനിനെ തൊട്ട് പിന്തിരിഞ്ഞ് നടന്നവൻ. അതുകൊണ്ട് ജീവിതം ഖുർആനിനെ അനുകൂലമാക്കുകയും ഖുർആൻ നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ജീവിക്കുകയും വേണം. എന്നിട്ടോ ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല. യൗമുൽ ഖിയാമയിൽ ഈ കുറ്റത്തിന്റെ ഭാരവുമായിട്ട് വരുന്ന ഈ മനുഷ്യൻ ഖാലിദീന അവൻ അവസാനിക്കാത്ത കാലഘട്ടം, ശാശ്വതമായ കാലഘട്ടം, ഫീഹി ആ കുറ്റകൃത്യത്തിന്റെ അദാബിലായിട്ട് കഴിഞ്ഞുകൂടുന്നു. ഖാലിദീൻ അവൻ തന്നെ എക്കാലത്തും പാർക്കുന്നവനായിട്ട് ഫീഹി ആ കുറ്റകൃത്യത്തിന്റെ അദാബിൽ. ഒരിക്കലും ഇനി ഇതിൽ നിന്ന് അവന് പുറത്തു പോരുന്ന പ്രശ്നമില്ല, അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല, ഇനി ചിന്തിച്ചിട്ട് കാര്യവുമില്ല. വസാഅലഹും അവർക്ക് വളരെ ചീത്തയാകുന്നു അത്. ഏത്? ഈ കിട്ടിയ പ്രതിഫലമുണ്ടല്ലോ അത് വളരെ മോശപ്പെട്ടതാകുന്നു. ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു ശിക്ഷ, ഒരു പ്രതിഫലം ഇനി കിട്ടാനില്ല. യൗമുൽ ഖിയാമത്തി യൗമുൽ ഖിയാമയിൽ അത് വളരെ മോശമാകുന്നു. ഹിംലൻ ചുമടിനാൽ. പലരും നന്മ ചുമക്കുന്നവരുണ്ട്, പലതും ചുമക്കുന്നവരുണ്ട്. എന്നാൽ ഏറ്റവും ദോഷകരമായ ഏറ്റവും മോശപ്പെട്ടതായ ഭാരമാണ് അവർ ചുമന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്താനുള്ള എല്ലാ ദുരിതവും അവർക്ക് എത്തുക തന്നെ ചെയ്യും. എന്നാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്നറിയോ? യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. യൗമ യുൻഫഖു ഫിസ്സൂരി, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു ദിവസമുണ്ട്. 2 ഊത്തുണ്ടല്ലോ, അതിലെ 2ാമത്തെ ഊത്താണ് ഈ പറയുന്നത്. 1ാമത്തെ ഊത്തോടുകൂടെ ലോകവും ലോകത്തുള്ള സർവമാന വസ്തുക്കളും നശിച്ചടങ്ങിയിരിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു പുനർപടക്കുകയും എന്നിട്ട് ഇസ്രാഫീൽ ആ സൂറന്ന കാഹളത്തിൽ 2ാമത്തെ ഊത്ത് ഊതുകയും ചെയ്യുന്നതോടുകൂടെയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. വനഹ്ശുറുൽ മുജ്രിമീന, അന്ന് കുറ്റവാളികളായ ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ, അന്നേരം, ഈ പറയപ്പെട്ടതായ ആ ദിവസത്തിൽ. ഏത്? വലിയ തെറ്റ് കുറ്റങ്ങളുടെ ചുമടും താങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ കുറ്റവാളികളെ മുഴുവൻ ഞാൻ ഒരുമിച്ച് കൂട്ടും. സുർഖൻ, അവർ തന്നെ പൂച്ചക്കണ്ണന്മാരായിട്ട്. അവരുടെ മുഖം കറുത്തിരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണുകൾ വികൃതമായ രൂപമാണ്, പൂച്ചകളെ പോലെയാണ്. കറുത്ത മുഖത്ത് പൂച്ചക്കണ്ണുണ്ടായാൽ എങ്ങനെ ഉണ്ടാകും? കൂരിരുട്ട സമയത്ത് പൂച്ചയെ കണ്ടില്ലെങ്കിലും പൂച്ചയുടെ കണ്ണിങ്ങനെ കാണാലോ, ഭയപ്പെടുത്തുന്ന രൂപത്തിൽ. ഇങ്ങനെയാണ്, വികൃതമായ രൂപത്തിലാണ് അവർ വരാൻ പോകുന്നത്. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റാ. യതഖാഫതൂന, അവരിങ്ങനെ, ജനങ്ങൾ മെല്ലെ മെല്ലെ പറയുന്നു, ഉറക്കെ പറയാൻ ധൈര്യമില്ല. യതഖാഫതൂന എന്ന് പറഞ്ഞാൽ യതസാറൂന എന്നർത്ഥം. അവർ പരസ്പരം മെല്ലെ പറയുന്നു. ബൈനഹും, അവർക്കിടയിൽ മറ്റാരും കേൾക്കാത്ത രൂപത്തിൽ അവർ പറയുന്നു. ഇല്ലബിസ്തും, ഇഹലോകത്തിൽ നിങ്ങൾ വസിച്ചിട്ടില്ല. ഇല്ല അശ്റൻ, ഒരു 10 ദിവസമല്ലാതെ. എന്ന് വെച്ചാൽ ഈ യൗമുൽ ഖിയാമയുടെ കഠോരം കൊണ്ട് ആ ദിവസത്തിന്റെ വലുപ്പം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്ത് എത്ര സുഖമുണ്ടായിട്ടുണ്ടെങ്കിലും, എത്ര നീണ്ട ജീവിതമാണെങ്കിലും അവരൊക്കെ പറഞ്ഞു പോകുന്നു, വെറും 10 ദിവസമാണ് ഇന്നത്തതിലേക്ക് ചേർത്താൽ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ളത്. അത്ര സുഖമായിരുന്നു അന്ന്, ഇന്ന് അത്ര ദുരിതമാണെന്നർത്ഥം. 10 ദിവസമേ നാം അവിടെ താമസിച്ചിട്ടുള്ളൂ എന്നവർ പറയുന്ന വിധത്തിൽ അന്നത്തെ ദിവസം വളരെ കാഠിന്യമേറിയതാകുന്നു. എന്നാൽ 10 ദിവസമാണോ കഴിഞ്ഞ കാലത്ത് അവർ താമസിച്ചിട്ടുള്ളത്? നഹ്നു അഅലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും ത്വരീഖ ഇല്ലബിസ്തും ഇല്ലാ യൗമാ. നഹ്നു, നാം, അല്ലാഹു പറയുന്നു, അഅലമു, നാം ഏറ്റവും അറിയുന്നവനാകുന്നു, ബിമാ യഖൂലൂന, അവർ പറയുന്നതിന്റെ സത്യാവസ്ഥ കൊണ്ട്. വെറും 10 ദിവസമാണ് താമസിച്ചത് എന്ന് അവർ പറയണ്ടല്ലോ. അവര് ചിലപ്പോൾ 1000 കൊല്ലം താമസിച്ചവരുണ്ട്, അതിലേറെ താമസിച്ചവരും കുറഞ്ഞ താമസക്കാരൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഈ 10 ദിവസമല്ല ഉറപ്പ്.
അപ്പൊ നെഹനു അലമു ബിമാ യഖൂലൂന, അവർ ഈ പറയുന്ന കാര്യം കൊണ്ട് നാം അറിയുന്ന പറഞ്ഞാൽ വസ്തുത അവർ പറയുന്നത് പോലെയല്ല. പിന്നെ കേൾക്കണോ, ആ കൂട്ടത്തിൽ ഓരോ ആളുകൾക്കും കഴിഞ്ഞ കാലത്തിന്റെ ആ ദൈർഘ്യം വളരെ ചെറുതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് യഖൂലു അംസലുഹും ത്വരീഖത്തൻ, ആ കൂട്ടത്തിലെ അവരുടെ ജനങ്ങളിൽ നിന്ന് മാർഗത്താൽ ഏറ്റവും നീതിമാന്മാരായവർ അവർ പറയുന്നു, ഇൽ ലബിസ്തും, നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ല യൗമൻ, ഒരു ദിവസമല്ലാതെ. ചിന്തിച്ചിട്ട് അവർ നോക്കുമ്പോൾ പലർക്കും തിരിയുന്നത് കഴിഞ്ഞ കാലം 10 ദിവസമല്ല, അതിനേക്കാൾ കുറവാണെന്നാണ് തോന്നുന്നത്. നല്ല ചിന്താഗതിയുള്ള ആൾക്കാർ ചിന്തിച്ചെടുത്ത് പറയുന്നത് കഴിഞ്ഞ ഇഹലോക ജീവിതത്തിൽ ഒരു ദിവസം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തിന്റെ കാഠിന്യമാണത്. തഫ്സീർ ജലാലൈനിയിൽ കാണാൻ കഴിയും, യസ്തഖില്ലൂന ലുബ്സഹും ഫിദ്ദുനിയ ജിദ്ദ, ഇഹലോക ജീവിതത്തെ അവർ വളരെ കുറഞ്ഞവരായിട്ട് കാണും. ലിമാ യുആയിനൂനഹു ഫിൽ ആഖിറതി മിൻ അഹ്വാലിഹ, പരലോകത്തിൽ അതിന്റെ ഭീകരാവസ്ഥ അവർ അനുഭവിച്ചതിന് വേണ്ടി. അതാണ് സംഭവം. ഇതൊക്കെ പറയുമ്പോൾ അവിശ്വാസികൾക്ക് ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല. അവർ അതിലിടക്ക് പരിഹാസത്തിന്റെ ചില കൂരമ്പുകൾ എഴുതി വിടുകയാണ്. അതിലൊരു ചോദ്യമാണിത്, വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. വയസ്അലൂന, അവർ ചോദിക്കും, അവിശ്വാസികളായ മക്കാനിവാസികൾ ചോദിക്കും, നബിയെ തങ്ങളോട് അവർ ചോദിക്കും. പരിഹാസത്തിന്റെ ചോദ്യമാണ്, കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. അനിൽ ജിബാലി, പർവ്വതത്തെ സംബന്ധിച്ച് ചോദിക്കും. അല്ലെ, ഈ ഖിയാമത്ത് നാൾ ഇങ്ങനെ തകിട് പൊടിയാക്കുന്നതാണ് എന്നൊക്കെ നീ പറയണ്ടല്ലോ. ഇവിടെ ഉയർന്നു നിൽക്കുന്ന വലിയ മലകളുണ്ട്, വലിയ ഹിമാലയ മലകൾ, ആകാശം മുട്ടിമുട്ടില്ല എന്ന നിലക്ക് നിൽക്കുന്ന ഈ മലകളുടെ ഒക്കെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാലേ, നീ പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമല്ല എന്ന അർത്ഥത്തിനാണ്. പരിഹാസത്തിന്റെ ചോദ്യമാണിത്. ഫഖുൽ, ഉടനെ നബിയെ തങ്ങൾ പറയൂ, യൻസിഫുഹാ റബ്ബി, എന്റെ നാഥൻ ആ പർവ്വതങ്ങളെ മുഴുവൻ പൊടിക്കും, നസ്ഫൻ, പൊടിയാക്കും, തകിട് പൊടിയാക്കും. അതല്ലേ കേൾക്കേണ്ടതുള്ളൂ. എന്നിട്ടോ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, ഫയദറുഹാ, എന്നിട്ട് അള്ളാഹു അതിനെ വിതറും, ഖാഅൻ, വിശാലമായ സ്ഥിതിയിൽ. മുംബസുത്തൻ എന്നാണ് ഖാഅൻ എന്നതിന്റെ തഫ്സീർ. വിശാലമായ സ്ഥിതിയിൽ. സഫ്സഫൻ, വളരെ സമമായതായ സ്ഥിതിയിൽ, ഭൂമിയിൽ ഒരു കയറ്റമോ ഇറക്കമോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ സമമായ സമനിരപ്പായി മാറിയിരിക്കുന്നു. ഈ രൂപത്തിൽ അള്ളാഹു ആക്കും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളിത് വലിയൊരു അസംഭവ്യമായിട്ടാണല്ലോ ഈ പറഞ്ഞത്. ഖിയാമത്ത് നാൾ വരുമ്പോ ഇവിടുത്തെ മലകളൊക്കെ എന്താ കാട്ടുന്നത്? അതിന്റെ ഉത്തരതാണ്. ഉടനെ നബിയെ തങ്ങൾ പറയേണ്ടതാണ്, ആ മലകളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതിനെ ഭൂമിയിൽ വളരെ നിരപ്പാക്കിയിട്ട് വിശാല ഭൂമിയാക്കിയിട്ട് മാറ്റും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഖിയാമത്ത് നാളിന്റെ കാഠിന്യമാണത്. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, ലാ തറാ ഫീഹാ, അവകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ലാ തറ, നിങ്ങൾ കാണുകയില്ല. ഫീഹ, ആ പർവ്വതങ്ങളിലൊന്നും, ഇവജൻ, യാതൊരുവിധ താഴ്ചയെയും കാണുകയില്ല. വല അംതൻ, ഒരു ഉയർച്ചയെയും. ആകാശം മുട്ടി നിൽക്കുന്ന ഈ മലകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതൊക്കെ പൊടിഞ്ഞിട്ട് ആകെ സമമായിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു കുണ്ടും കുഴിയും കാണുകയോ എവിടെയെങ്കിലും ഒരു ഉയർന്ന പ്രദേശം കാണുകയോ ഇതൊന്നും തന്നെയില്ല. അങ്ങനെയാണ് യൗമുൽ ഖിയാമ. യൗമഇദി യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. യൗമഇദിൻ, അന്നേ ദിവസത്തിൽ, യത്തബിഊന, ജനങ്ങൾ മുഴുവൻ തുടരും, അദ്ദാഇയ, മഹ്ശറാ ലോകത്തേക്ക് ക്ഷണിച്ച ഒരുത്തരുണ്ട്, അവരോട് തുടരും. യൗമുൽ ഖിയാമയിൽ മഹ്ശറാ ലോകത്തേക്ക് ക്ഷണിച്ചു. ആരാ ക്ഷണിച്ചത്? അത് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. എന്തുകൊണ്ടാണ് ക്ഷണിച്ചത്? രണ്ടാമത്തെ ഊത്തുകൊണ്ടാണ്. ഹലുമു ഇല അർളിർ റഹ്മാൻ എന്നാണ് ആ വിളി. ഓ ജനങ്ങളെ, ഓ സൃഷ്ടികളെ, നിങ്ങൾ റഹ്മാനായ അള്ളാഹുവിലേക്ക് പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട്, അതുകൊണ്ട് മുന്നിട്ട് വരൂ. ഇങ്ങനൊരു വിളി ഇസ്രാഫീലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ
ആ ക്ഷണിച്ചവരോട് ഇവരെല്ലാവരും തുടരും, ഒരു കുട്ടിയും പിന്തി നിൽക്കുകയില്ല. യത്തബിഉന ദാഇയ ലാ ഇവജ ലഹു, ആ അനുയായികൾക്ക് ഒരു പിന്തിരിയാൻ കഴിയുന്ന ഒരവസ്ഥയില്ല. ലാ യഖ്ദുറൂന അല്ലാ യത്തബിഉ എന്ന അർത്ഥം. പിന്തിരിഞ്ഞ് നിൽക്കാൻ ഒരു നിലക്കും സാധ്യമല്ല. ഇവജ് എന്ന് പറഞ്ഞാല് ഒരു വളവാണ്. ഏതെങ്കിലും ഒരു ചുളിവിലൊന്ന് വളഞ്ഞു നിൽക്കാനോ മാറി നിൽക്കാനോ കഴിയുമോ? കഴിയില്ല. വഖശഅത്തിൽ അസ്വാതു, സർവ ശബ്ദങ്ങളും അടങ്ങിയിരിക്കുന്നു ലിർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിലേക്ക്. ആരും തന്നെ ശബ്ദിക്കാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ശബ്ദം പോലും അവരിൽ നിന്ന് പുറപ്പെടുവിക്കാത്ത രൂപത്തിൽ വളരെ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് കഴിയുന്നു. ഫലാ തസ്മഉ, അതുകൊണ്ട് നിങ്ങൾ കേൾക്കുകയില്ല. ഇല്ല ഹംസൻ, ഒരു കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ പതുങ്ങിയ ശബ്ദം ഉണ്ടാകുമല്ലോ. അതായത് ഈ ഒട്ടകങ്ങളുണ്ട്, കാലുകളിൽ നിന്ന് വളരെ പദമുള്ള കാലാണ് ഒട്ടകത്തിന്റെ കാല്, മണൽ ചാക്ക് പോലെയാണ്. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാവും. അതിനാണ് ഹംസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ശബ്ദത്തെ അല്ലാതെ മറ്റൊരു ശബ്ദത്തെ, ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചുകൊണ്ട് വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് അവരുടെ നീക്കം. വഖശഅത്തിൽ അസ്വാതു, എല്ലാ ശബ്ദങ്ങളും അടങ്ങിയിരിക്കുന്നു, ഒരു കുട്ടിയും ശബ്ദിക്കുന്നില്ല. ലിർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിന് വേണ്ടി. ഫലാ തസ്മഉ, നിങ്ങൾ ആരും കേൾക്കുകയില്ല. ഇല്ല ഹംസൻ, നേരിയ ശബ്ദം. മഹ്ശറ ലോകത്തേക്ക് പോകുന്ന സമയത്ത് കാല് വെക്കുന്നതിന്റെയും എടുക്കുന്നതിന്റെയും ചെറിയ ശബ്ദമല്ലാതെ മറ്റൊന്നും തന്നെ കേൾക്കുന്നില്ല. യൗമഇദിൻ ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറളിയ ലഹു ഖൗലാ. യൗമഇദിൻ, അന്നേ ദിവസത്തിൽ, ലാ തൻഫഉ, ഉപകരിക്കുകയില്ല, അശ്ശഫാഅത്തു, ശുപാർശ ഉപകരിക്കുകയില്ല. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക, ആ ശുപാർശ ഉപകരിക്കുകയില്ല. ഇല്ലാമൻ, ഒരുത്തന്നല്ലാതെ. എങ്ങനെയുള്ള ഒരുത്തൻ? അതിന ലഹു, അവന് സമ്മതം നൽകിയിരിക്കുന്നു, അർ റഹ്മാനു, റഹ്മാൻ. റഹ്മാനായ അള്ളാഹു ചിലർക്കൊക്കെ ശഫാഅത്തിന് അനുമതി നൽകും. മലക്കുകൾക്ക് നൽകും, അമ്പിയാക്കൾക്ക് നൽകും, ശുഹദായിന് നൽകും. അങ്ങനെ നല്ല കാര്യം ചെയ്ത് അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാക്കിയവർക്കൊക്കെ സമ്മതം കിട്ടും ശഫാഅത്തിന്. അവരല്ലാതെ മറ്റാരും തന്നെ ശഫാഅത്ത് ചെയ്യുകയോ ചെയ്യുന്ന ശഫാഅത്ത് സ്വീകരിക്കുകയോ ഇല്ല. റളിയ, മാത്രമല്ല അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, ലഹു, അവന് ഖൗലൻ, ഖൗലിനെ. നല്ല ഖൗല് ഉച്ചരിച്ചവനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിച്ച സത്യവിശ്വാസി, ഇവർക്ക് മാത്രമേ ശഫാഅത്ത് ഉപകാരപ്പെടൂ. ഇവരുടെ ശഫാഅത്ത് ഇവർക്കും ഉപകാരപ്പെടും, ഇവരിൽ നിന്നുള്ള ശഫാഅത്തും ഉപകാരപ്പെടും. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ശഫാഅത്തിന് മുന്നോട്ട് വരികയോ അങ്ങനെ വന്നാൽ അത് സ്വീകരിക്കപ്പെടുകയോ അവന് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയോ ഇതൊന്നും തന്നെയില്ല. ശഫാഅത്ത് ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത്. يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما. يعلم, അള്ളാഹു അറിയും, മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളതിനെ, വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതിനെയും അള്ളാഹു അറിയും. അള്ളാഹു അവരുടെ മുന്നിൽ എന്ന് വെച്ചാൽ ഭാവി, അതാണ് പരലോകത്തിന്റെ കാര്യം. വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളത്, അവർ കണ്ട കാലം പിന്നിലാക്കി പോയതുണ്ടല്ലോ, അത് ഇഹലോക ജീവിതത്തിന്റെ കാര്യങ്ങളാണ്. എല്ലാം അള്ളാഹു അറിയും. എന്നാലോ വലാ യുഹീത്തൂന, ഇവർ അറിയുകയില്ല, ബിഹി, ആ കാര്യങ്ങളെ കൊണ്ട് ഇവർ വലയം ചെയ്യുകയില്ല, ഇൽമൻ, അറിവിനാൽ. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് വരാൻ പോകുന്ന കാര്യം ഇവർക്ക് അറിയോ? ഇല്ലല്ല. വഅനത്തിൽ വുജൂഹു, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂമി വഖദ് ഖാബ മൻ ഹമല ളുൽമാ. അനത്തിൽ വുജൂഹു, എല്ലാ മുഖങ്ങളും വിനയം കാണിച്ചിരിക്കുന്നു. അനത്ത് തന്നെ ഖലാത്ത്, എല്ലാവരും വിനയം കാണിച്ചിരിക്കുന്നു. സർവ മുഖങ്ങളും വിനയാന്യതരായിക്കൊണ്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. ലിൽ ഹയ്യിൽ ഖയ്യൂമി, എക്കാലത്തും ജീവിക്കുന്നവനും എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിന് എല്ലാ മുഖങ്ങളും ഇവിടെ താഴ്മ വെളിവാക്കിയിരിക്കുന്നു. ആർക്കും ഒരു പൊങ്ങച്ചവുമില്ല. വഖദ് ഖാബ, തീർച്ചയായും നഷ്ടത്തിലായിരിക്കുന്നു. മൻ ഹമല ളുൽമ, അക്രമത്തെ, ഏറ്റവും കടുകടുത്ത അക്രമമാകുന്ന ശിർക്കടക്കമുള്ള ളുൽമിനെ ചുമന്നു വന്നവരൊക്കെ നഷ്ടത്തിലാകുന്നു.
അവർക്ക് ലാഭത്തിന് യാതൊരു സാധ്യതയുമില്ല. അല്ലോ ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. ومن يعمل ഒരുത്തൻ പ്രവർത്തിച്ചാൽ മിനസ്വാലിഹാത്തി നല്ല കാര്യങ്ങളെ ചെയ്തു, വഹുവ മുഅ്മിനുൻ അവൻ വിശ്വാസിയായ സ്ഥിതിയിൽ, അമലായി തീരണമെങ്കിൽ സൽക്കർമ്മം അത് സൽക്കർമ്മമായിട്ട് ഗണിക്കപ്പെടണമെങ്കിൽ അവൻ വിശ്വാസിയായിരിക്കണം. അവിശ്വാസി എത്ര നല്ല കാര്യം ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. വിശ്വസിച്ചവനായിരിക്കെ അവൻ നല്ല കാര്യങ്ങളെ പ്രവർത്തിച്ചാൽ നല്ല കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്താലും ഫലാ യഖാഫു അവൻ ഭയപ്പെടേണ്ടതില്ല, ഫലാ യഖാഫു അവൻ പേടിക്കേണ്ടതില്ല, ലുൽമിനെ പേടിക്കേണ്ടതില്ല, അക്രമത്തെ പേടിക്കേണ്ടതില്ല. എന്നാണത് അവന്റെ ചീത്തത്തരങ്ങളിൽ ഇനി വർധനവ് നൽകപ്പെടുമോ, ചെയ്യാത്ത കുറ്റം ഇവന്റെ പിരടിയിൽ വെച്ച് കെട്ടപ്പെടുമോ, അത് പേടിക്കേണ്ടതില്ല. അള്ളാഹു നീതിമാനാണ്. വലാ ഹലുമൻ അവഗണനയെയും പേടിക്കേണ്ടതില്ല. അതെങ്ങനെ? അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കുറച്ചുകൊണ്ട് അതിന് പ്രതിഫലം നൽകാതിരിക്കുക, ഈ പേടി അവൻ പേടിക്കേണ്ടതില്ല. അള്ളാഹു നീതി അനുസരിച്ച് ഇവന് നൽകാനുള്ളതൊക്കെ നൽകും, ചിലപ്പോൾ കുറെ കൂടുതൽ നൽകും എന്നല്ലാതെ അക്രമത്തിന്റെ ഒരു ശിഖരം പോലും ഒരല്പം പോലും അവനിൽ നിന്നുണ്ടാവുകയില്ല. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. വക്കദാലിക ഇതേ ക്രമത്തിൽ എന്തെല്ലാം കാര്യങ്ങളെ ഇപ്പോൾ വിവരിച്ചു തന്നു, ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചു തന്നു. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു തന്നു. അപ്പൊ ഇതിനെ വിശ്വസിക്കേണ്ടതാണ് എന്നതിന്റെ തെളിവാണത്. അങ്ങനെ നിങ്ങൾക്ക് ജീവിതക്രമമായിട്ട് ഖുർആനിനെ ഇറക്കി തന്നു, അതും പറഞ്ഞു. അതിനെ തൊട്ട് പിന്തിരിഞ്ഞാലുള്ള അവസ്ഥ എന്തെന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് നൽകി. ഇതൊക്കെ വക്കദാലിക്കയിൽ ഉൾപ്പെടുന്നു. ഈ കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തന്നതുപോലെ അൻസൽനാഹു ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നു. ഖുർആനൻ വായിക്കപ്പെടുന്നതായ സ്ഥിതിയിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന രൂപത്തിലാണ് അതിനെ ഇറക്കിയിരിക്കുന്നത്. അറബി ഭാഷയിലായ സ്ഥിതിയിൽ, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഭാഷയാണ്. പൗരാണിക കാലം മുതൽ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും കഅബാലയത്തിലേക്കും അതിന്റെ പരിസരത്തേക്കും എത്തിയിരുന്നു. ലോകത്തിന്റെ കരളാണ് കഅബ ശരീഫ്. ആ കഅബാലയത്തിലേക്കാണ് എല്ലാ സമയവും മനുഷ്യൻ അവന്റെ ഹൃദയത്തെ അയക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഅബ ശരീഫിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഉള്ളത്. ലോകത്തിന്റെ പ്രതിനിധികൾ എല്ലാ സമയത്തും അവിടെ എത്താറുണ്ട്, ഇന്നും എത്തുന്നു. ഇപ്പോൾ ഹജ്ജിന് വേണ്ടിയിട്ട് ലോകത്തൊക്കെ ഇളക്കം സംഭവിച്ചു. എല്ലാവരും കഅബാലയത്തെ കുറിച്ച് ഓർക്കുകയും അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അർഹമുർ റഹീമായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അന്നു മുതലേ ആ നാടുമായിട്ടും ആ ഭവനവുമായിട്ട് ബന്ധമുണ്ട്. അവിടുത്തെ ഭാഷ അന്നും അറബിയാണ്. അപ്പൊ അറബി ഭാഷ ലോകത്തിന്റെ മുഴുവൻ ഭാഷയാണ്. ലോകർക്കൊക്കെ ഈ അറബി ഭാഷയുമായിട്ട് ബന്ധിക്കേണ്ടി വരുന്നു എന്ന് മാത്രം നോക്കിയിട്ടില്ലേ. വെള്ളിയാഴ്ച ദിവസമല്ലേ ഇന്ന് ഒരു 12:30 മണിയായാൽ ലോകത്ത് മുഴുവൻ അറബിയല്ലേ പറയുന്നത്, അറബി മാത്രമല്ലേ കേൾക്കുന്നത്. ഇങ്ങനൊരു കെട്ടുറപ്പ് ലോകത്ത് എവിടെയുണ്ട്? ആർക്ക് ഉണ്ടാക്കാൻ കഴിയും? പാകിസ്ഥാനിലും റാവൽപിണ്ടിയിലും ഗുജറാത്തിലും അങ്ങനെ ബാങ്കോക്കിലും ഒക്കെ ഖത്തീബുമാര് അറബി ഭാഷയിൽ മാത്രം ഖുത്ബ നിർവഹിക്കുന്നു. അങ്ങനെ പാടുള്ളൂ, അങ്ങനെ മാത്രമേ പാടുള്ളൂ എന്നാണ് എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കേൾക്കണം, ഇന്ന് ഖുത്ബ പരിഭാഷയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന, നാക്കിട്ടടിക്കുന്ന പുത്തൻവാദികൾ, ഒരു കാലത്ത് അവരുടെ നേതാവ് റഷീദുല്ല എന്നൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അയാള് ഈജിപ്തിലെ പണ്ഡിതനാണ്. അയാൾ തഫ്സീറുൽ മനാർ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിന്റെ 9ാമത്തെ വാള്യത്തിന്റെ 313ാമത്തെ പേജിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഇതാണ്. വദ്ദലീലു അലാ ദാലിക അന്ന ജമീഅ മുഖല്ലിദീഹി മിനൽ ആജിമി ലാ യസാലൂന യഖറഊനൽ ഖുർആന വഅദ്കാറൽ ഹജ്ജ് വഗൈരിഹാ ബിൽ അറബിയ്യ വകദാലിക ഖുത്ബത്തുൽ ജുമുഅത്തി വൽ ഈദ് ഇല്ലാ മാ ശദത് ബിഹിൽ ഹുകൂമത്തു തുർക്കിയ്യത്തുൽ കമാലിയ്യ ഫഅമറത്തുൽ ഖുതബാ ബിഅൻ യഖ്തുബു ബിത്തുർക്കിയ്യത്തി തംഹീദൻ ലിസ്സലാത്തി ബിഹാ ലിഖൽഇ റിബ്ഖത്തിൽ ഇസ്ലാം وأيضا أن جماعة المصلين بالتركي لما سمعوا خطبة بالتركية أنكروها واتخذوا الخطباء سخرية لأن للعربية سلطانا على أرواحهم يحشؤون بها
വൈല്ല യഫമുക്കുല്ല ഇബാറാത്തിഹ. ഇതിന്റെ ആകസാരം ലോകത്ത് ദിക്റും അതുപോലെ തന്നെ ദുആകളും ഒക്കെ അറബി ഭാഷയിലായിരുന്നു. അതേപോലെ തന്നെയാണ് പെരുന്നാൾ ദിവസത്തിലും വെള്ളിയാഴ്ച ദിവസത്തിലും നടത്തപ്പെടുന്ന ഖുത്ബ അറബി ഭാഷയിൽ മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ. അതിന് എതിരായിട്ട് പിന്നെ കണ്ടത് തുർക്കി കമാൽ പാഷ ഭരിച്ച കാലഘട്ടത്തിലാണ്. തുർക്കി കമാൽ പാഷ എന്ന് ഭരിച്ചു എന്ന് വിശ്വവിജ്ഞാനകോശം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1934 അപ്പൊ 34 മുമ്പ് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനായ റഷീദ് റിളയാകുന്നു. അപ്പൊ എല്ലാവരും സമ്മതിച്ചതാണ് അറബി ഭാഷയിലാണ് വെള്ളിയാഴ്ച ദിവസം ളുഹർ മുതൽ സംസാരിക്കേണ്ടത്, കേൾക്കേണ്ടത് എന്ന്. അങ്ങനെയുള്ള അറബി ഭാഷയിലാണ് പരിശുദ്ധമായ ഖുർആനിനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയൻ വസ്വറഫ്നാ ഫീഹി. അതിൽ നാം വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ഖുർആനിൽ നാം വിശദീകരിച്ച് തന്നിരിക്കുന്നു, ആവർത്തിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഫീഹി ഖുർആനിൽ മിനൽ വഈദി, പേടിപ്പിക്കപ്പെടുന്നതായ കാര്യങ്ങളെ ഇതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ഒരിക്കലല്ല പലവട്ടം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സൊറഫന എന്ന് പറഞ്ഞാൽ കററിന എന്നാണ് തഫ്സീർ. ആവർത്തിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് പേടിക്കപ്പെടേണ്ടുന്ന ഈ കാര്യത്തെക്കുറിച്ച്. എന്തിനാണ് അത് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നത്? ലഅല്ലഹും യത്തഖൂന, അവർ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി, അവർ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി, സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. ഔ യുഹദിസു ലഹും, അല്ലെങ്കിൽ ആ ഖുർആൻ അവരോട് സംസാരിക്കുന്നു, ദിക്റൻ, ഒരു ദിക്ർ എന്ന് വെച്ചാൽ ബി ഹലാക്കി മൻ തഖദ്ദമഹും മിനൽ ഉമമി എന്നാണ്. കഴിഞ്ഞ കാലത്ത് ഇവിടെ ജീവിച്ചു പോയ ജനവിഭാഗത്തിന്റെ നാശത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ജീവിതം ചിട്ടപ്പെടുത്താനും അവർക്ക് സംഭവിച്ചതുപോലുള്ള ദുരന്തം നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാകുന്നു. അർഹമുർ റാഹിമായ അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്താനും അങ്ങനെ ചിട്ടപ്പെടുത്തിയ ജീവിതക്കാരെത്തുന്ന പരലോകത്തെ സ്വർഗീയ സന്തോഷത്തിലെത്താനും അർഹമുർ റാഹിമായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.